എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാര് അവരെല്ലാവരും ഇപ്പൊ ഓരോ ഭാഗത്തേക്ക് പോകാനായി തയ്യാറെടുക്കും. ലൂഫിയുടെ ആഗ്രഹം അവന് പാർക്കിലേക്ക് തിരികെ പോകാനാണ്. പക്ഷെ അത് കേട്ട് ആരും അവനെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ബ്രൂക്കിനും ചോപ്പറിനും മാത്രം ലൂഫിയെ സപ്പോർട്ട് ചെയ്ത് അവന്റെ കൂടെ പോണെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഫ്രാങ്കി ഉസോപ്പോ ആണെങ്കിൽ അവരച്ചരം പൊച്ചരം ചീത്ത പറയും. കട്ട് ചെയ്താ ഇവിടെ അഡ്മിറൽ കിസറു ആളിപ്പോ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. കിസറുവെ കാണേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന പൈററ്റ്സ് എല്ലാവരും നാനാ വഴിക്ക് അറഞ്ചം പൊറഞ്ചം ഓടും. കിസറും സോൾജിയേഴ്സും എല്ലാവരും രക്ഷപ്പെട്ടു പോകുന്ന പൈററ്റ്സിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഇതുപോലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇനി അവർക്ക് കിട്ടാനില്ല. 100 മില്യൺ ബറീസിലും മുകളിലുള്ള ഒരുപാട് പൈററ്റ്സ് ഇപ്പൊ അവിടെ ഉണ്ട്. രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ഓരോ പൈററ്റ്സും ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ കിസറുവെ കാണിക്കും. കിസറു ആണെങ്കിൽ അവന്റെ സ്നെയിലെടുത്ത് കാര്യമായിട്ട് ആരെയോ കോൾ ചെയ്യാണ്. ഹലോ ഹലോ എന്ന് നിലവിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ലോങ് ഷോട്ടിലായിട്ട് രണ്ടുപേരങ്ങനെ കിസറുവെ തന്നെ നോക്കി നിൽക്കും. ഉടനെ ആ ചപ്പർത്തലം പറയും, ഇതാണ് പറ്റിയ അവസരം, ഇവനെ ഞാൻ തന്നെ കൊല്ലും, എന്നിട്ട് ഇവനെ കൊന്ന ക്രെഡിറ്റ് അത് ഞാൻ നേടൂന്ന് പറഞ്ഞ് ഒരു ഗണ്ണെടുത്ത് പോയിന്റ് ചെയ്യും. ഉടനെ ഓപ്പോസിറ്റ് ഉള്ളവൻ പറയും, അയ്യോ വേണ്ട വേണ്ട, മണ്ടത്തരം കാണിക്കരുത്, കിസർ നമ്മൾ കരുതും പോലെ ചില്ലറക്കാരനല്ല, എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നമ്മൾ രണ്ടുപേരും ജീവനോട് കൂടെ ബാക്കിയുണ്ടാവില്ല. അടുത്ത നിമിഷം ആ ചപ്പർത്തലൻ അവൻ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യും. ആ ബുള്ളറ്റ് അത് സിമ്പിളായി കിസറുവിന്റെ തലയിലൂടെ തുളച്ച് അപ്പുറത്തെ ചുമരിലേക്ക് കയറും. പക്ഷെ കിസറുവിനാണെങ്കിൽ അപ്പോഴും യാതൊരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. ആക്ച്വലി കിസറു ആളിവരെ രണ്ടുപേരെയും മുൻപ് തന്നെ കണ്ടിരുന്നു. ആളങ്ങനെ ക്യാഷ്വലായിട്ട് തിരിഞ്ഞ് അവരെ നോക്കും. അത് കാണേണ്ട താമസം ഓടിക്കോ എന്ന് നിലവിളിച്ച് അവർ ദൂരേക്ക് ഓടും. പക്ഷെ അവർ അല്പദൂരം മുൻപോട്ട് ഓടുമ്പോഴേക്കും അവരുടെ തൊട്ട് മുമ്പില് ഇപ്പൊ കിസർ വന്ന് അവരെ ബ്ലോക്ക് ചെയ്ത് നിൽക്കും. ആളാണെങ്കിൽ ഇപ്പൊ അവരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും. പക്ഷെ അവരാണെങ്കിൽ കിസറുവെ കണ്ട് പേടിച്ച് ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടും. അതിന് കിസറു അവൻ എന്തോ ഒരു പവർ അവരുടെ മിഡിലൂടെ അങ്ങനെ കടത്തിവിടും. അതങ്ങനെ സ്ട്രെയിറ്റ് പോയി അടുത്തുണ്ടായിരുന്ന ഒരു മരത്തില് ആഞ്ഞിട്ടിച്ച് അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. ആ ഒരൊറ്റ കിക്കില് അത്രയും വലിയ മരം അത് കടപുഴകി നിലത്തേക്ക് വീഴും. ആ നേവി ആൾക്കാർ പോലും ഒരു സെക്കൻഡ് ഷോക്കാവും. ആ ട്രീ അത് ശരിക്കും വളരെ പ്രീഷ്യസ് ആണ്. കിസറു കുറച്ച് ഓവറാണെന്ന് അവർ പരസ്പരം പറയും. കിസറുവിനും തോന്നും ആ ഒരു മരം അത് നശിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ ചുറ്റുമുള്ള ഒരുപാട് പേര് കിസറുവിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ട് കണ്ണിമ ചിമ്മാതെ അങ്ങനെ നോക്കി നിൽക്കാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചുന്ദരി പെണ്ണ് പൈററ്റ്, അവളാണെങ്കിൽ ഇപ്പോഴും ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരുന്ന് അവളുടെ മുൻപിൽ കാണുന്ന എല്ലാ നേവി ഓഫീസേഴ്സിനെയും വയസ്സാക്കി മാറ്റും. അതുപോലെ തന്നെ അവരുടെ സൈസ് ചെറുതാക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹോക്കിൻസ് പേരുള്ള ഒരു മജീഷ്യൻ പൈററ്റിനെ കാണിക്കും. ആളാണെങ്കിൽ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ആളുടെ ചുറ്റും ഉണ്ടായിരുന്ന പൈററ്റ്സ് എല്ലാവരും ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഉടനെ ആ കിസറു അവനാണെങ്കിൽ ഇപ്പൊ ആ മജീഷ്യൻ പൈററ്റിന്റെ മുൻപിലേക്ക് വരികയാണ്. അവനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു കാർഡ് എടുത്ത് അങ്ങനെ മുൻപോട്ട് വെക്കും. മറ്റൊരു ഭാഗത്ത് ആ കൂമയുമായി ഒരുപാട് പൈററ്റ്സ് ഫൈറ്റ് ചെയ്യാണ്. അവരൊത്തിരി നേരം അതുമായിട്ട് ഫൈറ്റ് ചെയ്യുമെങ്കിലും അവർക്കാണെങ്കിൽ അതിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിന് ചെമ്പം മുടിയാൻ അവന്റെ ജയന്റ് കൈ നീട്ടി കൂമയെ ആഞ്ഞെട്ടിക്കും. കൂമ ഇടികിട്ടി അങ്ങനെ ദൂരേക്ക് തെറിച്ചു പോവും. പക്ഷെ അല്പസമയം കഴിയുമ്പോ വീണ്ടും തിരികെ വരാണ്. അവന്റെ കൈ നീട്ടി ഒരു സ്പെഷ്യൽ പവർ പുറത്തേക്ക് എടുക്കും. അവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് പോവാൻ പ്ലാൻ ചെയ്യാണ്. ലൂഫി പറയും, ഞാൻ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ സേഫ് ആയിരിക്കും. അപ്പോഴായിരിക്കും സാക്ഷാൽ കുമ അവനിപ്പോ അവരുടെ മുൻപിലേക്ക് വരിക. അവനെ കണ്ട് സോറോയും സാഞ്ചിയും അവരുടെ ഹാർട്ട് ബീറ്റ് കൂടും. ബാക്കിയുള്ളവരാണെങ്കിൽ പേടിച്ച് വിറയ്ക്കും. പക്ഷെ ലൂഫിക്ക് മാത്രം കൂമയെ കണ്ട് മനസ്സിലാവില്ല. കട്ട് ചെയ്താ മറ്റൊരു ഹൈഡ് ഔട്ട് കാണിക്കും. അവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പരസ്പരം പറയും, നമ്മൾ എത്രയും പെട്ടെന്ന് തയ്യാറാവണം, വില്ലന്മാര് അവരെത്തിക്കഴിഞ്ഞു. അവറ്റകൾ എല്ലാവരും ഇപ്പൊ വളരെ ചെറുതാണ്. ഒരു ബ്ലോക്ക് കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോ അവര് വലുതായി മാറും. ആക്ച്വലി ഇവരെല്ലാവരും നിൽക്കുന്നത് ആ മാഫിയ ഗ്യാങ് ലീഡറിന്റെ ബോഡിയിലാണ്. അവരെല്ലാവരും അവരുടെ സൈസ് വലുതാക്കി ഇപ്പൊ കുതിരപ്പുറത്ത് പുറത്തേക്ക് ചാടി വരികയാണ്. ആളാണെങ്കിൽ ഒരു ചുരുട്ടൊക്കെ വലിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ചുന്ദരിപ്പെണ്ണ് പൈററ്റ് അവളാണെങ്കിൽ ഒരു ഹോട്ടൽ മുഴുവൻ തിന്നു തീർത്തിട്ടും അവളുടെ വിശപ്പ് മാത്രം അടങ്ങില്ല. ഉടനെ അവളുടെ ടീമിലുള്ളവർ പറയും, മാഡം നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. വലിയ വലിയ നേവി ചീഫ് ഒഫീഷ്യൽസും വാർലോഡ്സ് ഒക്കെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നാ അത് വലിയ അപകടമാണ്.
കട്ട് ചെയ്ത ആ മജീഷ്യൻ പൈററ്റ് ആളാണെങ്കിൽ കുറെ കാർഡ്സ് ഒക്കെ നിരത്തി വെച്ച് അവൻ ആ നേവി ഓഫീസറുമായിട്ട് ജയിക്കാൻ എത്രത്തോളം ചാൻസ് ഉണ്ട് എന്നൊക്കെ കാര്യമായിട്ട് നോക്കുകയാണ്. ഉടനെ ആ നേവി ഓഫീസർ ചോദിക്കും, ഞാൻ സെന്റമൊറു എന്ന് പറയുന്ന ഒരാളെ അന്വേഷിക്കുകയാണ്, നിനക്ക് അങ്ങനെ ഒരാളെ പരിചയമുണ്ടോ, അവൻ എവിടെയാണെന്ന് നിനക്കറിയോ? പക്ഷെ ആ മജീഷ്യൻ പൈററ്റ് ആണെങ്കിൽ അപ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫൈറ്റ് ഇഗ്നോർ ചെയ്യാൻ എത്ര പെർസെന്റേജ് ബാക്കിയുണ്ട് എന്ന് ചെക്ക് ചെയ്യും. ഉടനെ നേവി ഓഫീസർ ആള് വീണ്ടും വീണ്ടും അവനോട് ചോദിക്കും. ഇതിനവൻ ടെൻഷനായിട്ട് പറയും, എനിക്കറിയില്ല, നിനക്ക് വേണമെങ്കിൽ മറ്റാരോടെങ്കിലും ചോദിക്ക്. അത് കേൾക്കേണ്ട താമസം നേവി ഓഫീസർ അവൻ അങ്ങനെ ടേൺ ചെയ്ത് കാല് നീട്ടി ആ പൈററ്റിന്റെ ദേഹത്ത് ആഞ്ഞൊരട്ടി. അവനാണെങ്കിൽ തെറിച്ചു പോയി അടിച്ചു വീഴും. അവന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഒരു സെക്കൻഡ് അതുകൊണ്ട് ഫ്രീസ് ആയി പോവും. കട്ട് ചെയ്ത മറ്റൊരു ഐലാൻഡില് അവിടെ ഉണ്ടായിരുന്ന വാരേജസ് അവരാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു കപ്പലിലേക്ക് കയറ്റി അങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ആ ലൈറ്റ് പവർ അത് ആ കപ്പലിലുള്ള ഒരുത്തന്റെ ബോഡിയിലേക്ക് അടിക്കുകയാണ്. ആ പവർ കൊണ്ട് അവൻ തെറിച്ചു പോയി അടിച്ചു വീഴും. അതേസമയം ഇവിടെ അവൻ വീണ്ടും വീണ്ടും ആ ഒരു പവർ അത് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. കിസറുവിന്റെ പവർ അത് ചുറ്റുമുള്ള ഓരോ പൈററ്റ്സിന്റെയും ബോഡിയിലേക്ക് വന്ന് അടിക്കുകയാണ്. ആ പവറിൽ പെട്ട് ഒരുപാട് പൈററ്റ്സ് അങ്ങനെ തകർന്ന് താഴെ വീഴും. പക്ഷേ കിസറു മെയിനായിട്ട് എയിം ചെയ്ത ആ മാജിക് പൈററ്റ് അവൻ മാത്രം ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഹായ് ആയിട്ട് അവന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. ആ മജീഷ്യൻ പൈററ്റ് പറയും, നിന്റെ പവറിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്കെതിരെ ഉപയോഗിച്ച പവർ അത് ഞാൻ മറ്റ് രണ്ടുപേരുടെയും ദേഹത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടു. അവരുടെ അവസ്ഥ വളരെ മോശമാണെന്ന് പറഞ്ഞ് അവനിപ്പോ അറ്റാക്കിൽ പെട്ടുപോയവരുടെ രൂപത്തിലുള്ള രണ്ട് പാവകളെ പുറത്തേക്കിടും. ഇവിടെ കൂമയാണെങ്കിൽ അവന്റെ കണ്ണിൽപ്പെട്ട പൈററ്റ്സിനെ എല്ലാവരെയും അറഞ്ചം പുറഞ്ചം തല്ലും. അതേസമയം ഉറോജ് ആണെങ്കിൽ അവന്റെ ബോഡി അത് വലിയ രീതിയിൽ ബൾക്കാക്കി മാറ്റി കൂമയ്ക്ക് മുൻപിൽ അങ്ങനെ നിൽക്കുകയാണ്. ചുറ്റുമുള്ള പൈററ്റ്സിനാണെങ്കിൽ ഇവിടെ എന്താ നടക്കണേ, എന്താ സംഭവിക്കാൻ പോണേന്ന് അറിയാതെ അവര് പേടിച്ചു വിറച്ച് ഓരോ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അടുത്ത നിമിഷം വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഉറോജും കൂമയും അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത ആ ഒരു കൂമ അവനും ഇപ്പൊ വമ്പ സ്റ്റൈലില് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. ലൂഫിക്ക് മാത്രം കൂമയെ അറിയില്ല. ഉടനെ ചുറ്റുമുള്ളവരെല്ലാവരും നിലവിളിച്ചു പറയും, ലൂഫി അവൻ ചില്ലറക്കാരനല്ല, വലിയൊരു വാർലോഡ്സ് ആണ്, അവന്റെ പവറിൽ ഒരിക്കലും പെട്ടുപോവാൻ പാടില്ല എന്ന് പറഞ്ഞ് സാഞ്ചി നിലവിളിക്കും. അത് കേൾക്കേണ്ട താമസം ആ കൂമ അവന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ പവർ പുറത്തേക്ക് റിലീസ് ചെയ്യും. ഇത്തവണ കൂമ അവൻ ബീം അറ്റാക്ക് അതുപയോഗിച്ചായിരിക്കും നമ്മുടെ ആൾക്കാരെ ഇപ്പൊ ആക്രമിക്കുക. പക്ഷെ നമ്മുടെ ആൾക്കാർ ആരും അതിൽ പെട്ടുപോവാതെ സേഫായി ഓരോ ഭാഗത്തേക്ക് മാറി നിൽക്കും. ഉടനെ നമ്മുടെ ഫ്രാങ്കി അവന്റെ ഫുൾ പവർ എടുത്ത് കൂമയ്ക്ക് നേരെ ആഞ്ഞൊരൊറ്റ അടി. ആ ഒരു അടിയില് കൂമ കുറച്ചു ദൂരം പുറകിലേക്ക് പോകും. പക്ഷെ കൂമയ്ക്കാണെങ്കിൽ പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റില്ല. അവൻ വീണ്ടും നടന്ന് നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് തന്നെ വരും. ലൂഫിക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൂമ അവൻ ചില്ലറക്കാരനല്ല എന്ന്. ലൂഫി അവന്റെ പവർ അത് സെക്കൻഡ് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്ത് അവനെ തകർക്കാനായി തയ്യാറായി കഴിഞ്ഞു. ജോറോയ്ക്കാണെങ്കിൽ ഈ കൂമയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പഴയ കൂമയിൽ നിന്ന് ഇവന് ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന്. അവന്റെ ആക്ഷൻസ്, അറ്റാക്ക് എന്നിങ്ങനെ എല്ലാം തന്നെ ചേഞ്ച് ആയിരിക്കുകയാണ്. ഉടനെ ലൂഫി അവൻ ചാടി വന്ന് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഏതോ ഒരുത്തൻ അവൻ ദൂരത്തേക്ക് നോക്കി പറയും, വാർഷിപ്പ് അത് വരാൻ എന്താ ഇത്രയും ലേറ്റ് ആവുന്നേ? ആക്ച്വലി ഇവനാണ് സെന്റമറു. കിസറു ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇവനെയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ചെമ്പമുടിയും പൈററ്റും മഞ്ഞ ടീഷർട്ട് പൈററ്റും അവർ രണ്ടുപേരും ഇവർക്ക് മുൻപിലുള്ള കൂമയെ തകർക്കാനായിട്ട് ഒരുപാട് നേരമായി ഫൈറ്റ് ചെയ്യുന്നു. അവരെത്രത്തോളം ഫൈറ്റ് ചെയ്തിട്ടും കൂമയ്ക്കാണെങ്കിൽ ഒരു ചെറിയ സ്ക്രാച്ച് പോലും അവന്റെ ബോഡിയിൽ വീണിട്ടില്ല. അതേസമയം സെന്റമരു അവൻ നിലവിളിച്ചു പറയും, ആരെയും വെറുതെ വിടാൻ പാടില്ല, എല്ലാവരെയും നശിപ്പിക്ക് എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.